എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പരിശുദ്ധമായ റമദാൻ, ഈ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നമുക്കത് വീണ്ടെടുക്കാൻ കഴിയില്ല. നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന, നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പരിശുദ്ധ റമദാനിന്റെ ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് തിരിച്ചു കിട്ടില്ല. വലിയ മഹത്വമേറിയ മാസമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മലായികത്തുൽ കിറാം, കോടാനകോടി മലായികത്ത് അല്ലാഹുവിനെ കൊണ്ട് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനെ ഇബാദത്തിനല്ലാതെ അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നില്ല. അവർക്ക് രാത്രി പകലെന്ന വ്യത്യാസമില്ല, അവർക്ക് ഉറക്കമില്ല, ഭക്ഷണമില്ല. അവർ എല്ലാ സമയത്തും അല്ലാഹുവിനെ ഇബാദത്താണ്. അവരെ പടച്ചത് മുതൽ അവരുടെ മരണം വരെ, അവരുടെ മരണം ഖിയാമത്ത് നാളിലാണ്. മലായികത്ത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് മരിക്കലില്ല. മലായികത്തിനെ പടച്ചാൽ അവർ മുഴുവനും മരിക്കുന്നത് ഖിയാമത്ത് നാളിലാണ്. ആ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ മലായികത്തിന്റെ ജോലി, അല്ലാഹുവിനക്ക് അവർ തസ്ബീഹ് ചൊല്ലുന്നു, അല്ലാഹുവിനക്ക് ആരാധിക്കുന്നു. ആ ഇബാദത്തിലല്ലാതെ ഒരു സെക്കൻഡ് പോലും അനാവശ്യത്തിന് ചെലവഴിക്കാത്ത അല്ലാഹുവിന്റെ മലായികത്തിന്റെ കൂട്ടത്തിൽ വലിയ വലിയ മഹത്തുക്കളായ മലായികത്തുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മലായികത്തുണ്ട്. അതേ, അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലായികത്ത്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോളമാണ് അല്ലാഹുവിന്റെ അർശ്. ഏറ്റവും വലിയ ഗോളമാണ് അല്ലാഹുവിന്റെ അർശ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹുവിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന ആ വിശാലമായ അർശുണ്ടല്ലോ, ആ അർശിനെ ചുമക്കുന്ന ഒരു കൂട്ടം മലായികത്തുണ്ട്. ആ അർശിന്റെ പരിസരങ്ങളിൽ അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം മലായികത്തുണ്ട്. ആ മലായികത്തുൽ കിറാം അല്ലാഹുവിനെ എല്ലാ സമയത്തും ആരാധിക്കുന്നു. എല്ലാ സമയത്തും ആരാധിക്കുന്ന ആ മലായികത്തുൽ കിറാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓ മലക്കുകളെ, പരിശുദ്ധ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ആ മലായികത്തിനോട്, അർശിനെ ചുമക്കുന്ന മലായികത്തിനോട് അല്ലാഹു പറയുന്നു, അയ്യംസികൂ അലൽ ഇബാദ. ഒരു മാസം നിങ്ങൾ ഇബാദത്ത് നിർത്തിവെക്കണം. അർശിനെ ചുമക്കുന്ന മലായികത്തുൽ കിറാമിനോട് അല്ലാഹുവിന്റെ ഓർഡറാണ്, ഒരു മാസം വരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണ്ട. നിങ്ങളുടെ ജോലി എന്താണ്? വയുഅമ്മിനൂന അലാ ദുആഇ സ്വാഇമി റമളാൻ. പരിശുദ്ധ റമദാൻ മാസത്തിൽ വെച്ച് നോമ്പ് പിടിച്ചും കൊണ്ട് ദുആ ചെയ്യുന്ന നോമ്പുകാരായ ആൾക്കാരുടെ ദുആഇനിക്ക് നിങ്ങൾ ആമീൻ പറയൂ. നിങ്ങളുടെ ജോലി അത് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആലോചിച്ചു നോക്ക്, നാം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ദുആഇനിക്ക് ആമീൻ പറയാൻ വേണ്ടിയാണ് ഹമലത്തുൽ അർശാകുന്ന മലായികത്തിനോട് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അത്ര വലിയ ബഹുമാനമാണ് നാം ചെയ്യുന്ന നോമ്പ്. ആ നോമ്പിന്റെ പ്രതിഫലം ഏതാണ്? ആ നോമ്പിന്റെ പ്രതിഫലം ഏതാണ്? ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും പ്രതിഫലം സ്വർഗമുണ്ട്. പക്ഷേ നോമ്പിന്റെ പ്രതിഫലം സ്വർഗമല്ല. സ്വർഗമല്ലാത്തൊരു പ്രതിഫലം, സ്വർഗമല്ലാത്തൊരു പ്രതിഫലമുണ്ട്. അതാണത്. അല്ലാഹു തആല പറയുന്നു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. വഅന ഉജ്സാ ബിഹി, നോമ്പിന്റെ പ്രതിഫലം വഅന ഉജ്സാ ബിഹി, എന്നെ തന്നെ നൽകപ്പെടലാ. അല്ലാഹുവിന്റെ ദാത്ത്, അല്ലാഹുവിന്റെ ദാത്താണ് നോമ്പിന്റെ പ്രതിഫലം. അല്ലാഹുവിന്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധമായ ദാത്ത് നോമ്പുകാരനിക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു. ആർക്കും കൊടുക്കാത്ത ഒരു പ്രതിഫലം, ഏതൊരാൾക്കും കിട്ടാത്ത പ്രതിഫലം.
ആർക്കാണ് നോമ്പുകാരനിക്ക് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. വഅന ഉജ്സാ ബിഹി, എന്നെ തന്നെ പ്രതിഫലം കൊടുക്കപ്പെടലാണ് നോമ്പുകാരന്റെ പ്രതിഫലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് അല്ലാഹു തആല അല്ലാഹുവിന്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗ്ഗത്തിനേക്കാളും മഹത്വമേറിയ ആ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദാത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗ്ഗത്തിന്റെ ബഹുമാനങ്ങളും സ്വർഗ്ഗത്തിന്റെ ആദരവുകളും സ്വർഗ്ഗത്തിൽ മുഅ്മിനീങ്ങളായ ആൾക്കാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അത് എന്താണെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മാലാ ഐനും ബസറത്ത് മാലാ വലാ ഉദുനും സമീഅത്ത് വലാ ഖതറ അലാ ഖൽബി ബസർ. ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ടും കാണാത്ത, ഒരു മനുഷ്യന്റെ ചെവിട് കൊണ്ട് കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉദിക്കാത്ത അതാണ് സ്വർഗ്ഗത്തിലുള്ള പ്രതിഫലം. നാം ഒക്കെ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്? നാം എന്തിനാണ് മഹാനായ തങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത്? തങ്ങളെ പൊരുത്തം എന്തിനാണ് നമുക്ക് ലഭിക്കേണ്ടത്? എന്തിനാണ് നാം സദഖ കൊടുക്കുന്നത്? എന്തിനാണ് നാം പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുന്നത്? നമുക്കൊക്കെ സ്വർഗം കിട്ടണം, നമുക്ക് സ്വർഗം കിട്ടണം. അതിന്റെ വഴികളാണ് നാം തേടുന്നത്. എന്താണ് ഈ സ്വർഗത്തിലുള്ളതെന്നറിയാമോ? ഒരു മനുഷ്യനും അറിയില്ല. സ്വർഗത്തിൽ എന്താണ് എന്നൊരു മനുഷ്യനും അറിയില്ല. നാം പറയും അവിടെ അതുണ്ട് ഇതുണ്ട് എന്ന്, പക്ഷേ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, ഒരു മനുഷ്യനും അത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല. കാരണം സ്വർഗത്തിലുള്ളത് മുഴുവനും ഈ ദുനിയാവിലുള്ളതിനോട് എതിരാണ്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ നിസ്സാരമാണ്, വളരെ ചെറുതാണ്. സ്വർഗത്തിലുള്ള ഒരു ചെറിയ ഒരു ഇഞ്ച് സ്ഥലം പോലും മൗദിഉ സൗതത്തിൽ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഒരു ചാട്ടവാർ, ഒരു വടി കുത്തുന്ന സ്ഥലം, ഒരു ഇഞ്ച് സ്ഥലം പോലും സ്വർഗത്തിൻ്റെത് ദുനിയാവ് മുഴുവൻ കൊടുത്താലും ദുനിയാവിന്റെ മുഴുവൻ വസ്തുക്കളെക്കാളും സ്വർഗത്തിൻ്റെത് ഖൈറാണ്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മിൻദീലു സയ്യിദ് ഇബ്നു മുആദ് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗ്ഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കാൻ കൊടുക്കുന്ന ഒരു ചെറിയ ടവലിന്റെ വില, ചെറിയ ഒരു ടവലിന്റെ വില ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവ് മുഴുവൻ കൊടുത്താലും ആ ടവലിന്റെ വിലയാകില്ല. ഇതാണ് സ്വർഗം. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ സ്വർഗ്ഗത്തിൽ എന്ത് വേണോ സെക്കൻഡ് കൊണ്ട് അവിടെ എത്തുന്നുണ്ട്. ഇവിടെ രോഗിയായ എത്രയോ ആൾക്കാർ തങ്ങളെ കാണാൻ വരുന്നുണ്ട്, സുഖമായി മടങ്ങി പോകുന്നുണ്ട്, മരുന്നെടുക്കുന്നുണ്ട്, സുഖമാകുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് സുഖമാകാതെ വരുന്നുണ്ട്. പക്ഷേ സ്വർഗ്ഗത്തിൽ ഇങ്ങനെയുള്ള കഷ്ടമില്ല, അവിടെ അധ്വാനമില്ല, അവിടെ ജീവിതത്തിന്റെ ഒരു പ്രയാസമില്ല, അവിടെ കച്ചവടം ചെയ്യേണ്ടതില്ല, അവിടെ ജോലി ചെയ്യേണ്ടതില്ല, അവിടെ രോഗമില്ല, അവിടെ ക്ഷീണമില്ല, വയസ്സാവലില്ല. 80 വയസ്സായി മരിച്ചവനും 100 വയസ്സായി മരിച്ചവനും സ്വർഗത്തിലേക്ക് എത്തിയാൽ 33 വയസ്സാണ്. അതെ, ഒരു മാസമാകുമ്പോൾ മരിച്ചാലും 10 വയസ്സാകുമ്പോൾ മരിച്ചാലും അവനിക്കും സ്വർഗത്തിലതാ അവനിക്കും 33 വയസ്സാണ്. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും 33 വയസ്സായ ഒരേ വയസ്സുകാരാണ്. എല്ലാവരും ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്, രോഗമില്ലാത്ത സ്ഥലമാണ്. അർഹമുർ റബ്ബേ, ആ സ്വർഗ്ഗത്തിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ.
എന്ത് വേണോ അത് നമുക്ക് ലഭിക്കുന്നു. ഏത് സമയത്തും നമുക്ക് ലഭിക്കുന്നു. എന്ത് സുഖം വേണമെങ്കിലും അവിടെ കിട്ടുന്നുണ്ട്. ആ സ്വർഗ്ഗലോകത്ത് മുഅ്മിനീകൾ മുഴുവനും അതാ കടന്നതിന് ശേഷം അവർക്ക് എല്ലാ സന്തോഷവും നൽകിയതിന് ശേഷം അല്ലാഹു അവരോട് ചോദിക്കുന്നു, ഹൽ നിങ്ങൾക്ക് ഇനി വല്ലതും ആവശ്യമുണ്ടോ? മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ എന്ന്. ആ ചോദിക്കുന്ന സമയത്ത് സ്വർഗത്തിലുള്ള ആൾക്കാർ അല്ലാഹു തആലയോട് ചോദിക്കുന്നു, പടച്ചവനെ ഇനി വല്ലതും ബാക്കിയുണ്ടോ പടച്ചവനെ? എല്ലാ സുഖങ്ങളും ലഭിച്ചുവല്ലോ, എല്ലാ സന്തോഷങ്ങളും നമുക്ക് ലഭിച്ചുവല്ലോ, നമുക്കെന്താ ബാക്കിയുള്ളത് പടച്ചവനെ? ഇനിയും ബാക്കിയുണ്ടോ നിന്റെ അനുഗ്രഹങ്ങൾ? ആ സമയത്ത് അല്ലാഹു തആല അവന്റെ പരിശുദ്ധമായ ദാത്തിന്റെയും മുഅ്മിനീങ്ങളുടെയും ഇടയിലുള്ള മറകളെ അല്ലാഹു നീക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിനെ അവർ കാണുന്നു. ഫയൻസൗനൽ ലഈമ ഇദാ റഅൗഹു. ആ അല്ലാഹുവിന്റെ ദാത്ത് കാണുന്ന സമയത്ത് അവർ സ്വർഗം മറന്നു കളയുന്നു. സ്വർഗത്തിന്റെ ഓർമ്മയില്ല, സ്വർഗത്തിന്റെ സുഖത്തിന്റെ ഓർമ്മയില്ല, ഭാര്യ മക്കളുടെ ഓർമ്മയില്ല, കൊട്ടാരത്തിന്റെ വീടിന്റെ ഓർമ്മയില്ല, ഭക്ഷണത്തിന്റെ ഓർമ്മയില്ല. അല്ലാഹുവിന്റെ ദാത്തിലങ്ങോട്ട് ലയിക്കുന്നു. 500 കൊല്ലം വരെ ഒരേ ഒരു നോട്ടം തന്നെ. അവർക്ക് അല്ലാഹുവിന്റെ ദാത്തിൽ നിന്ന് കണ്ണെടുക്കാൻ മനസ്സ് വരുന്നില്ല. സ്വർഗത്തിനെ തന്നെ കവച്ചു വെക്കുന്ന അനുഗ്രഹമാണ് ഈ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്ത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഈ ദാത്ത് കാണിക്കപ്പെടുന്നത് ആർക്കാണ്? അസ്സൗമുലി ലിസ്വായിമി ഫർഹതാനി, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരനിക്ക് 2 സന്തോഷമാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം, വഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. മറ്റൊരു സന്തോഷം അല്ലാഹുവിന്റെ പരിശുദ്ധ ദാത്ത് കാണുന്ന സമയത്താണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദാത്ത് കാണുന്ന സമയത്താണ് മറ്റൊരു സന്തോഷം. ഈ 2 സന്തോഷവും അല്ലാഹു കൊടുക്കുന്നത് നോമ്പുകാരനിക്കാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഇത്രയും വലിയ ഈ പ്രതിഫലം നാം പിടിക്കുന്ന നോമ്പിനിക്ക് ലഭിക്കുമോ? നമ്മുടെ നോമ്പിനിക്ക് ലഭിക്കുമോ? നാം ഒന്ന് ആലോചിച്ചു നോക്കണം. എന്താണ് നോമ്പ്? വെറും രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കലാണോ നോമ്പ്? റുബ്ബ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ വൽ അത്ഷ്. എത്ര നോമ്പുകാർ അവരെ നോമ്പ് കൊണ്ട് വെറും പട്ടിണി കിടന്നതും വെറും ദാഹിച്ചതുമല്ലാതെ നോമ്പ് കൊണ്ടൊരു ഫലവും അവർക്കില്ല. ആരെ പറ്റിയാണ് ഇത് പറഞ്ഞത്? നാവ് സൂക്ഷിക്കാത്തവനെ പറ്റി, അതേ കണ്ണ് സൂക്ഷിക്കാത്തവനെ പറ്റി, ചെവിട് സൂക്ഷിക്കാത്തവനെ പറ്റി, കൈ സൂക്ഷിക്കാത്തവനെ പറ്റി, കാല് സൂക്ഷിക്കാത്തവനെ പറ്റി. നോമ്പുകാരന്റെ നാവ് കൊണ്ട് ഹറാമു പോകട്ടെ, അനാവശ്യമായ സംസാരം പോലും സംസാരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്ത് ലഭിക്കുന്ന ആ പുണ്യമായ പ്രതിഫലം വെറും ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിരുന്നും കൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഇഷ്ടം പോലെ സംസാരിക്കുക. അനാവശ്യവും ഹറാമും ഗീബത്തും നമീമത്തും ഫസാദും ഫിത്നയും എന്തൊക്കെ നമുക്ക് വായിൽ വരുന്നുണ്ടോ, ഇതൊക്കെ പറഞ്ഞവർക്ക് ഈ നോമ്പ് അല്ലാഹു തആലയുടെ ദാത്ത് കൊടുക്കാൻ പറ്റുന്ന നോമ്പാണോ ഇത്? അതുപോലെ കണ്ണുകൊണ്ട് ഹറാമു നോക്കുക, അനാവശ്യമായത് നോക്കുക നോമ്പുകാരനിക്ക് പാടില്ല. ചെവിട് കൊണ്ട് ഹറാമ് കേൾക്കാൻ പാടില്ല. ഗീബത്ത് പറയൽ മാത്രമല്ല, ഗീബത്ത് കേൾക്കലും ഹറാമ് തന്നെയാണ്. അൽ മുഖ്താബു വൽ മുസ്തമിഉ ശരീകാനി ഫിൽ ഇസ്മി. ഗീബത്ത് പറയുന്നവനും ഗീബത്ത് കേൾക്കുന്നവനും ഒരുപോലെയാണ് ദോഷത്തിലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ നമീമത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ കാതുകൊണ്ട് കേൾക്കാനും പാടില്ല. അതുപോലെ ഈ ബഹുമാനമുള്ള നോമ്പ്, ഈ നോമ്പ് പിടിച്ച നാം നമ്മുടെ പള്ളയിലേക്ക് കടക്കുന്ന ഭക്ഷണം അത് ഹലാലായ ഭക്ഷണമായിരിക്കണം, ഹറാമായ ഭക്ഷണം പാടില്ല. വളരെ അധികം സൂക്ഷിക്കേണ്ടതാണ്. നാം ഇന്ന് കിട്ടുന്ന നമ്മുടെ ഭക്ഷണം ഹറാമോ ഹലാലോ എന്ന് നാം ചിന്തിക്കാറുണ്ടോ? നാം ചെയ്യുന്ന ബിസിനസ്, നാം ചെയ്യുന്ന കച്ചവടങ്ങൾ, നാം ചെയ്യുന്ന ഏർപ്പാടുകളിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഹറാം കടക്കാൻ പാടില്ല. കുല്ലു ലഹ്മിൻ നബത ബിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. ഹറാം ഭക്ഷിച്ചുണ്ടായ ശരീരം അത് നരകത്തോട് ഏറ്റവും അടുത്തതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാവും നമ്മുടെ കാതും നമ്മുടെ കണ്ണും നമ്മുടെ കൈയും നമ്മുടെ വയറും എല്ലാം സൂക്ഷിച്ചും കൊണ്ട് ഒരു യഥാർത്ഥ മുത്തഖീങ്ങളായി, ഒരു യഥാർത്ഥ മുഅ്മിനായി നാം ഇവിടുന്ന് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗം ലഭിക്കൂ, നമ്മുടെ നോമ്പ് സ്വീകരിക്കൂ, നാം അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാവൂ. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉൽഫൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആ സ്വർഗ്ഗമുണ്ടല്ലോ, എല്ലാ മുഅ്മിനീങ്ങളും ആശിക്കുന്ന സ്വർഗ്ഗം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള എല്ലാ അമ്പിയാക്കളും ആഗ്രഹിച്ച ആ സ്വർഗ്ഗം, എല്ലാ സാലിഹീങ്ങളും കൊതിക്കുന്ന സ്വർഗ്ഗം, ആ സ്വർഗ്ഗം ആർക്കാണുള്ളത്? ആ സ്വർഗ്ഗം അല്ലാഹു പറയാണ്, നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉൽഫൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ ഫിത്ന ഉണ്ടാക്കുന്നവനിക്ക്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനിക്ക്, ഭൂമിയിൽ അനാവശ്യമായി പ്രവർത്തിക്കുന്നവനിക്ക്, അതേ ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നവനിക്ക്, അഹങ്കാരം നടിക്കുന്നവനിക്ക് നാം അത് വെച്ചിട്ടില്ല. അത് കിബിറില്ലാത്തവനിക്ക്, ഉജ്ബില്ലാത്തവനിക്ക്, ഹസദില്ലാത്തവനിക്ക്, നല്ല പ്രവർത്തനം ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ സ്വർഗ്ഗം നാം വെച്ചിട്ടുള്ളത്. അവസാനത്തെ വിജയം അത് മുത്തഖീകൾക്ക് തന്നെ. ആരാണ് മുത്തഖീങ്ങൾ? പ്രിയപ്പെട്ടവരെ, ഞാനൊരു വലിയവനാണെന്ന് ചിന്തിച്ചവൻ മുത്തഖിയാകില്ല. ഫിത്നയും ഫസാദും കളവും ഗൈബത്തും നബീമത്തും പറഞ്ഞവൻ അവൻ ഒരിക്കലും മുത്തഖിയാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗ്ഗം കിട്ടുന്ന ആൾ മുത്തഖിയാണെന്ന് പറഞ്ഞ ആ മുത്തഖിയുടെ ലിസ്റ്റിൽ പെടണമെങ്കിൽ മുഅ്മിനീങ്ങളെ നാം ഒരുപാട് അധ്വാനിക്കേണ്ടതാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്തഖീകളെ പറ്റി പറഞ്ഞപ്പോൾ ആരാണ് മുത്തഖീകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തഖ്വാ, തഖ്വ എന്ന് പറഞ്ഞാൽ ഖൗഫുൽ ജലീൽ. തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഖൗഫുൽ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെടലാണ്. വൽ അമലു ബിത്തൻസീൽ, പരിശുദ്ധമായ ഖുർആൻ അത് പറഞ്ഞതനുസരിച്ച് ജീവിക്കലാണ്. അതേ അല്ലാഹു തആലയെ ഭയപ്പെട്ടും കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചും കൊണ്ട് അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവൻ ആരാണോ അവൻ മാത്രമാണ് പ്രിയപ്പെട്ട മുഅ്മിനീകളെ അല്ലാഹുവിന്റെ തഖ്വ ഉള്ളവൻ, അവനാണ് മുത്തഖി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തിൽ നാം പെടണമെങ്കിൽ, നാം ഒരു യഥാർത്ഥ മുത്തഖിയാകണമെങ്കിൽ നമ്മുടെ ഖൽബിന്റെ അകത്ത് കിബിറുണ്ടാകാൻ പാടില്ല, നമ്മുടെ ഖൽബിന്റെ അകത്ത് ഉജ്ബ് ഉണ്ടാകാൻ പാടില്ല, നമ്മുടെ ഖൽബിന്റെ അകത്ത് ഹസദ് ഉണ്ടാകാൻ പാടില്ല. ഞാനൊരു വലിയവനാണ് എന്ന് ചിന്തിക്കുക. നമ്മളിൽ നിന്ന് ആരാണ് ചിന്തിക്കാത്തവർ?
സാധാരണ അധിക ആൾക്കാർക്കും വരുന്ന ഒരു രോഗമാണ് കിബിർ എന്നുള്ളത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അമ്പിയാക്കളിൽ വളരെ പ്രമുഖനായ പ്രവാചകരാണല്ലോ ഈസാ നബി അലൈഹിസ്സലാം. അമ്പിയാക്കളിൽ മുർസലികളിൽ ഉലുൽ അസ്മികളിൽപ്പെട്ട ഒരാളാണ് ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമിന് പ്രത്യേകമായ സഹായികളായ ഒരു കൂട്ടം സ്വഹാബികൾ ഉണ്ടായിരുന്നു. എവിടെ പോകുമ്പോഴും ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ പോകുന്ന ഒന്ന് രണ്ട് ഖാദിമികളായി പോകുന്ന ആ ഹവാരികളിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നടന്നു പോകുന്നു. ആ പോകുന്ന സമയത്ത് ഒരുപാട് യാത്ര ചെയ്തു. ഒരുപാട് അങ്ങോട്ടെത്തിയ സമയത്ത് ആ സ്ഥലത്തൊരു കള്ളനുണ്ടായിരുന്നു. 40 വർഷമായി അവൻ കക്കുന്നു. ആ വഴിയിൽ കൂടി പോകുന്ന ജനങ്ങളെ മുഴുവനും അവൻ പിടിച്ചു വെച്ചും കൊണ്ട് കൊലപ്പെടുത്തിയിട്ടോ ഭയപ്പെടുത്തിയിട്ടോ പണം പിടിച്ചു പറ്റുന്ന ഏറ്റവും വലിയൊരു കൊടിയ കള്ളൻ ആ വഴിയിലുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ആ കള്ളനിക്ക് തോന്നി, സുബ്ഹാനല്ലാഹ്, ഞാൻ വലിയൊരു കള്ളനാണല്ലോ, എനിക്കൊന്ന് നന്നായി കൂടെ, എനിക്ക് 40 കൊല്ലമായി ഞാൻ ഇത് തുടങ്ങിയിട്ട്, ഞാൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഒന്ന് പോകട്ടെ എന്ന് വിചാരിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ആ കള്ളൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതാ ഈസാ നബി നടക്കുന്ന വഴിയിലേക്ക് വരുന്നു. ഈസാ നബിന്റെ ബേക്കിലതാ ഈസാ നബിന്റെ ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യന്റെ അടുത്തുകൂടി, കാരണം ഈസാ നബി മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ആ ഈസാ നബിന്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, ബേക്കിലാണ് നിന്നിട്ടുള്ളത്. ആ ഈസാ നബിന്റെ ശിഷ്യന്റെ അടുത്ത് ആ കള്ളനായ വ്യക്തി ഇങ്ങനെ നിന്ന് നടക്കുമ്പോൾ ആ കള്ളൻ വിചാരിക്കുന്നു, സുബ്ഹാനല്ലാഹ്, ഇത് ഈസാ നബിന്റെ ശിഷ്യനാണല്ലോ, അദ്ദേഹത്തിന്റെ കൂടെ നടക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ, ഞാനൊരു കള്ളനാണല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ശിഷ്യനായ ആ ഈസാ നബിന്റെ അടുത്ത ആള് ചിന്തിക്കുന്നു, എന്റെ അടുത്തൊരു കള്ളൻ ഇപ്പോൾ വന്ന് നിന്നിരിക്കുകയാണ്, ആ കള്ളൻ എന്റെ അടുത്ത് നിൽക്കാൻ അർഹതപ്പെട്ടവനല്ല, ഞാനൊരു കള്ളന്റെ കൂടെ നടക്കേണ്ടവനല്ല എന്ന് വിചാരിച്ചു. ആ മനുഷ്യൻ ഈസാ നബിന്റെ അടുത്തേക്ക് പോകുന്നു. കള്ളൻ വിചാരിച്ചു, ഞാനൊരു മോശപ്പെട്ടവനാണ്, ഞാൻ ഈ വലിയന്റെ കൂടെ നടക്കാൻ പറ്റിയ ആളല്ല എന്ന്. അതേ സമയത്ത് ആ വലിയ വിചാരിച്ചു, ഞാനൊരു വലിയ ആളല്ലേ, എന്റെ കൂടെ കള്ളൻ വരികയാണോ എന്ന് ചിന്തിച്ചു. ആ സമയത്ത് അല്ലാഹു തആല ഈസാ നബിക്ക് വഹി അറിയിക്കുന്നു, ഈസാ നബിയേ, രണ്ടാളുടെ അമല് ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. ആ കള്ളൻ ഇതുവരെ ചെയ്ത മുഴുവൻ തമ്മാടിത്തങ്ങളും ഞാൻ അവനിക്ക് ബാത്തിലാക്കി പുറത്തു കൊടുത്തിരിക്കുന്നു. ആ സാലിഹായ മനുഷ്യൻ ഇതുവരെ ചെയ്ത എല്ലാ അമലും ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു. കാരണം കള്ളൻ വിചാരിച്ചു ഞാൻ ഒന്നും കൊള്ളാത്തവനാണ് എന്ന്, തായ്മ കാണിച്ചു. ആ വലിയ വിചാരിച്ചു ഞാനൊരു മഹാനാണ് എന്ന്. അതുകൊണ്ട് കിബിർ നടിക്കുന്നവനുണ്ടല്ലോ, അവന്റെ അമല് അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ അമലിനെ അല്ലാഹു പൊളിച്ചു കളയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒരു മുത്തഖിയായി ജീവിക്കണം, തഖ്വയോട് കൂടെ ജീവിക്കണം, സ്വാലിഹീങ്ങളെ സ്നേഹിക്കണം, അല്ലാഹുവിന്റെ ഔലിയാക്കളെയും മഹത്തുക്കളെയും സാദാത്തികളെയും സ്നേഹിക്കണം, ആലിമീങ്ങളെ സ്നേഹിക്കണം, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, പാവപ്പെട്ടവരെ നാം സ്നേഹിക്കണം. ഇതൊക്കെ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഞാൻ നിർത്തുകയാണ്. ഒരുപാട് മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന, വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ഹാഫിലീങ്ങൾ പഠിക്കുന്ന വലിയ ഒരു ദീനിയായ ഒരു സ്ഥാപനമാണല്ലോ ഈ സ്ഥാപനം. അതൊക്കെ അറിഞ്ഞിട്ടാണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവിടത്തേക്ക് ആയിരക്കണക്കായ ആൾക്കാർ ഒഴുകിയെത്തുന്നത്. ഒരുപാട് ആൾക്കാർ ഏത് സലാത്തിനും ഏത് റാത്തീബിനും തങ്ങളൊന്ന് വരാൻ വേണ്ടി പറഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന വലിയ മഹത്വമേറിയ ഒരു സദസ്സ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ എല്ലാ സമയത്തും എല്ലാ മാസങ്ങളിലും ഒരുമിച്ച് കൂടി അതിനൊക്കെ ധാരാളം ആൾക്കാർ, ധാരാളം സഹായങ്ങൾ, സംഭാവനകൾ
നിങ്ങളൊക്കെ കൊടുക്കുന്നവരാണ്. അല്ലാഹു തആല ഒരിക്കലും കൈവിടില്ല. പാവങ്ങളെ സഹായിക്കുക, അൽ ജന്നത്തു സ്വർഗ്ഗം, അത് പാവങ്ങളെ സഹായിക്കുന്നവർക്കും ഖുർആൻ ഓതുന്നവർക്കും നോമ്പ് പിടിക്കുന്നവർക്കും അതേ നാവ് സൂക്ഷിക്കുന്നവർക്കുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ട മുതഅല്ലിമീങ്ങളെയും അതുപോലെ പാവപ്പെട്ട ആൾക്കാരെയും സ്വാലിഹീങ്ങളെയും ദീനി സ്ഥാപനങ്ങളെയും നാം കഴിവിന്റെ പരമാവധി സഹായിക്കാറുണ്ട്. ഇനിയും സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇനി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രാർത്ഥന, തൗബ പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം നമുക്ക് നമസ്കാരങ്ങളും തറാവീഹ് നമസ്കാരങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം വർഷത്തിലൊരിക്കൽ നൽകുന്ന വസ്ത്രത്തിൻ്റെ വിതരണം ഇവിടെ നടക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. സമയത്തിൻ്റെ പരിമിതി മൂലം നാളെയോ മറ്റന്നാളോ ആയിട്ട് അവർ കയ്യിൽ കൊടുക്കും. ഏതായാലും അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. ആദ്യമായി ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ വിദ്യാർത്ഥിക്ക് വസ്ത്രം നൽകുന്നത് അബ്ദുൽ ഖാദിർ ഹാജിയാണ്. ആദ്യം ഉസ്താദുമാർക്കുള്ള വസ്ത്രം അബ്ദുൽ ഖാദിർ ഹാജി നൽകുന്നു. നമ്മളെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ വസ്ത്ര വിതരണം ഇവിടെ നടക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് ഹിഫ്ദ് വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് സ്ഥാപനത്തിന്റെ ട്രഷറർ അബ്ദുൽ ഖാദിർ ഹാജി നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അടുത്തതായി ദാവ കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള വസ്ത്രം നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാമായി തങ്ങൾ ഉസ്താദ് എന്തു പറഞ്ഞാലും ഇവിടെ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട പൊയ്യത്തുവൽ മുഹമ്മദ് സാഹിബ് നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തങ്ങൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ദർസിന്റെ ദർസ് വിദ്യാർത്ഥിക്കുള്ള ഡ്രസ്സ് ബനാന അബ്ദുൽ ലത്തീഫ് നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തത് ഇവിടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കുള്ള വസ്ത്രം അഡ്വക്കേറ്റ് അബൂബക്കർ നൽകുന്നു. വാങ്ങുന്നതിന് വേണ്ടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹിഫ്ദുൽ ഖുർആൻ കോളേജ് വിദ്യാർത്ഥിക്ക് അബ്ദുൽ നാസർ പള്ളങ്കോട് നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, ദുആയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക. ദുആഇന് മുമ്പ് ഒരു 11 സലാത്ത് ചൊല്ലുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവരുടെ കൈ മുസാഫത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആൾക്കാരും എത്രയും പെട്ടെന്ന്, വിദ്യാർത്ഥികൾ ആരും എണീക്കരുത്, വന്നവർ മുഴുവനും തങ്ങൾ ഉസ്താദിന്റെ കൈ മുസാഫത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ 11 സലാത്ത് ചൊല്ലുന്നുണ്ട്. ആ സമയത്ത് എത്രയും പെട്ടെന്ന് വരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ മുസാഫ് ചെയ്തു പോയി, കൈ മുസാഫ് ചെയ്തോളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി അതെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. എല്ലാവരും എനിക്ക് വളരെ പെട്ടെന്ന് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും 11 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ഇത് തൗബയാണ്. തൗബ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഉതുലുബ് മതാബൽ ഇന്നദാമത്തി മുഖ്ലിഅ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. ഏതൊരുത്തൻ എന്ത് ദോഷമാണോ അവൻ ചെയ്യുന്നത്, ആ ദോഷം ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്, ഇനി ഒരിക്കലും ആ കുറ്റം ഞാൻ ചെയ്യില്ല അല്ലാഹ് എന്ന് മനസ്സിൽ കരുതിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 11 പ്രാവശ്യം ചൊല്ലുക. അതിന്റെ ശേഷം ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ആ ദോഷങ്ങൾ അവൻ മടങ്ങാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അർഹമുർ റഹീമായ ഗഫാറായ സത്താറായ അല്ലാഹ്, പാവികളായ ഞങ്ങളുടെ പാവത്തെ നീ വിട്ടുപുറത്ത് മാഫാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ, നീ പൊറുക്കുന്നവനാണ്, നീ അല്ലാതെ പൊറുക്കാൻ മറ്റാർക്കും കഴിയില്ല. അല്ലാഹ്, ഞങ്ങൾ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ചെയ്തു കൂട്ടിയ ദോഷങ്ങൾ അതിഭീകരമാണ്, അത് ഭയങ്കരമാണ്. റബ്ബേ, ചെറുതും വലുതും പരസ്യമായതും രഹസ്യമായതുമായ എല്ലാ ദോഷങ്ങളെയും വിട്ടുപുറത്ത് മാഫാക്കി തരണം റബ്ബേ, മാഫാക്കി തരണം അല്ലാഹുവേ. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ വിവരമില്ലാത്തവരാണ്. ഈ പരിശുദ്ധമായ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാവങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരണം അല്ലാഹുവേ. ഇനി ഒരിക്കലും ആ ദോഷത്തിലേക്ക് ഞങ്ങൾ നീ മടക്കല്ല റഹ്മാനായ റബ്ബേ, ഈ സദസ്സ് നീ കബൂലാക്കണം ഈ സദസ്സ് നീ സ്വീകരിക്കണം ഈ സദസ്സിലുള്ള എല്ലാ രോഗികളുടെയും രോഗം നീ ശിഫയാക്കണം ഏതൊക്കെ എന്തൊക്കെ രോഗികൾ ഈ സദസ്സിൽ വന്നിട്ടുണ്ട് നീ അറിയുന്നു നീ ഷാഫിയാണ് നീ സലാമാണ് നീ ലത്തീഫാണ് നീ കാഫിയാണ് നീ മുഈനാണ് നീ നാസിറാണ് റബ്ബേ. എത്രയോ ഭീകരമായ രോഗങ്ങളും എത്രയോ വലിയ രോഗങ്ങളും നിനക്ക് എളുപ്പമാണ് റബ്ബേ. രോഗത്തെ കൊടുത്ത നീ ശിഫയാക്കണം റഹ്മാനേ, നീ ശിഫയാക്കണം റഹ്മാനേ, നീ ശിഫയാക്കണം റഹ്മാനേ റബ്ബേ. ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദർസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ നിന്റെ ആരിഫീങ്ങളെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനേ. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഞങ്ങൾക്കില്ല നിന്റെ ഇടമല്ലാതെ മറ്റൊരിടം ഞങ്ങൾക്കില്ല നിന്റെ ലുത്തുഫല്ലാതെ മറ്റൊരു ലുത്തുഫ് ഞങ്ങൾക്കില്ല റബ്ബേ. എത്രയോ വിഷമത്തിൽ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, അവരുടെ വിഷമം എന്താണോ അത് നീ തീർത്തു തരണം ഇണയത്ത കുഫുവത്തതായിരിക്കുന്ന ഭർത്താക്കന്മാരെ ഞങ്ങളെ ഇണകൾക്ക് നീ പ്രദാനം ചെയ്യണേ റബ്ബേ. എത്രയോ സഹോദരിമാര് അതാ വീട്ടിൽ വര നിറഞ്ഞ് ഒരു ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു റബ്ബേ. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാം കാണുന്നവനും അറിയുന്നവനും മുസബ്ബിൽ അസ്ബാബ് നീ മാത്രമാണ് എത്രയോ ആളുകൾ ഇവിടെ വരുന്നുണ്ട് അല്ലാഹുവേ, അവർക്ക് നീ കുഫുവത്ത ഭർത്താക്കന്മാരെ കൊടുക്കണം ഭാര്യമാരെ കൊടുക്കണം ഇണകളെ കൊടുക്കണം സന്താനത്തെ കൊടുക്കണം സന്താനത്തെ കൊടുക്കണം റഹ്മാനായ റബ്ബേ. ഈ ശബ്ദം കേൾക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ വിദേശത്തുണ്ട് റബ്ബേ, അവരുടെ എല്ലാം ഉദ്ദേശം നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനേ. എത്രയോ ഞങ്ങളെ സഹായിക്കുന്ന ആളുകൾ സൗദിയിലും UAE-യിലും ബഹ്റൈനിലും ഖത്തറിലും ഒമാനിലും ഉണ്ട് റബ്ബേ. അവർക്ക് നേരിട്ട് ഇവിടെ വരണമെന്ന് ആശയുണ്ട്, തങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കണമെന്ന് ആശയുണ്ട് റബ്ബേ. അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ഈ പരിശുദ്ധ റമളാൻ ആരൊക്കെ ഞങ്ങൾക്ക് സഹായിച്ചുവോ, ആരൊക്കെ സഹായിക്കുന്നുവോ അവർക്ക് നീ സഹായിക്കണേ അവരുടെ ഉദ്ദേശം നീ ഹാസിലാക്കണേ അവരുടെ വിഷമങ്ങൾ നീ അകറ്റണേ അവരുടെ സിഹ്ർ നീ ബാത്തിലാക്കണേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്കും അവർക്കും ദീർഘായുസ് തരണം ആഫിയത്ത് തരണം പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ
ചെയ്യാനുള്ള ആഫിയത്ത് സൗഭാഗ്യം അതിനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റബ്ബേ. റബ്ബേ, ഞങ്ങൾ തുടങ്ങി വെച്ച എത്രയോ സംരംഭങ്ങൾ പദ്ധതികൾ നീ പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകണം അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ മുടിപ്പ് തുടങ്ങി വെച്ച മജ്ലിസ് ജൂ പാർക്കിന്റെ പണി പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകണം അല്ലാഹ്. ഹിഫ്ദുൽ ഖുർആനിന്റെ പണി നടക്കുകയാണ്, അത് എളുപ്പമാക്കണേ അല്ലാഹ്, അത് എളുപ്പമാക്കണേ അല്ലാഹ്. നീ അതിനെ ഏറ്റെടുക്കണേ റബ്ബേ. നീ ഏറ്റെടുക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്കത് സാധിക്കും റബ്ബേ. റഹ്മാനായ റബ്ബേ, എത്രയോ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട് റബ്ബേ. റബ്ബേ, പ്രത്യേകിച്ച് ഞങ്ങളെ GM ഉസ്താദുണ്ട് റബ്ബേ. അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് നീ മോചനം കൊടുക്കണം നാഥ. നീയല്ലാതെ മറ്റാർക്കും അത് സാധ്യമല്ല റബ്ബേ. റഹ്മാനായ റബ്ബേ, അതുപോലെ ഞങ്ങൾ എത്രയോ ആളുകൾ ഞങ്ങളെ സുഹൃത്തുക്കൾ ജയിലിലുണ്ട് റബ്ബേ. അതുപോലെ തന്നെ ഞങ്ങളുടെ കൺമുമ്പിലല്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാ. അവരുടെ വിഷമം നീ അകറ്റണേ അല്ലാ, പ്രയാസം നീ തീർക്കണേ അല്ലാ, സിഹറുകൾ നീ ബാത്തിലാക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങൾ ഹിഫ്ദ് പഠിക്കുന്ന ഞങ്ങളെ ഹിഫ്ദിന്റെ മക്കൾ, ഞങ്ങൾ ദർസിന്റെ മക്കൾ, കോളേജിന്റെ മക്കൾ, ദർസിന്റെ മക്കൾ, മദ്രസന്റെ മക്കൾ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, ഫായിഖായ ബുദ്ധി കൊടുക്കണേ അല്ലാ, ഖുവ്വത്ത് ഹാഫിള കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങൾ സ്ഥാപനം നടത്തുന്ന എത്രയോ ആലിമീങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബേ. അവർക്ക് ഒരു വിഷമമില്ലാതെ നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനം നടത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. എത്രയോ നടത്തുന്ന സുഹൃത്തുക്കളുണ്ട് അല്ലാ. എത്രയോ ധനം സ്വീകരിച്ചുകൊണ്ട് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി തിരിച്ചങ്ങോട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ അല്ലാ ഞങ്ങളെ മുമ്പിലൊന്നുമില്ല റബ്ബേ. അവരേതാണോ ഉദ്ദേശിച്ചത് അതെല്ലാം നീ അവർക്ക് പൂർത്തിയാക്കി കൊടുക്ക് അല്ലാ, പൂർത്തിയാക്കി കൊടുക്ക് അല്ലാ. പ്രത്യേകിച്ച് ഇന്നിതാ കുട്ടികൾക്ക് മുഴുവനും ദർസിന്റെയും ഹിഫ്ദിന്റെയും ദഅവന്റെയും കുട്ടികൾക്ക് മുഴുവനും അതാ ഡ്രസ് മുഴുവനും ദാനം ചെയ്ത ഡ്രസ് മുഴുവനും കൊടുത്ത അബ്ദുർ റസാഖ് റബ്ബേ, ആ അബ്ദുർ റസാഖിന്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് ചെയ്യ് അല്ലാ, നീ ബറക്കത്ത് ചെയ്യ് അല്ലാ, നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനേ റബ്ബേ. കഴിഞ്ഞ കൊല്ലം അതിനു മുമ്പത്തെ കൊല്ലമൊക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്തത്. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ദാനം ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ റഹ്മാനെ. അതുപോലെ ഇന്നും ഇന്നലെയുമായി എത്രയോ ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരുടെ സംഭാവനയുടെ ലക്ഷ്യം എന്താണ്? ഞങ്ങളല്ല, നീയാണ് അറിയുന്നവൻ. അന്ത തഅലമു, നീയാണ് അറിയുന്നവൻ അല്ലാ. എന്ത് ഉദ്ദേശങ്ങളാണെങ്കിലും മുസബ്ബിബുൽ അസ്ബാബായ മുഫത്തിഹുൽ അബ്വാബ് അല്ലാ, നീ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനേ, പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനേ റബ്ബേ. ഞങ്ങളെല്ലാം നിന്നോട് യാചിക്കുന്നത്, നിന്നോട് ചോദിക്കുന്നത്, പാപികളായ ദോഷികളായ ഞങ്ങൾ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അല്ലാഹ് പൂർണ്ണമായ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ചൊല്ലി ഒരു വെള്ളിയാഴ്ച രാവ് പകൽ വുളു എടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളുടെ പൂമുഖം ദർശിച്ചുകൊണ്ട് ആ സുന്ദരമായ മരണം ഞങ്ങളുടെ മരണം ആക്കണം അല്ലാഹ്, ആക്കണം റഹ്മാനേ. ബിമഹ്ളി ഫളിക വജൂദിക വകറബിക യാ അക്രമൽ അക്രബീൻ വയാ അർഹമർ റാഹിബീൻ വയാ ഗിയാസൽ മുസ്തഗീസീൻ ബിഫളിലി സല്ലല്ലാഹു സയ്യിദിനാ മുഹമ്മദ് സല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.
അടുത്ത ജൂലൈ 7-നാണ് അഥവാ പെരുന്നാളിന്റെ പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം വരും നമ്മുടെ സഖാഫിയ റാത്തീവ് വരുന്നത്. എല്ലാവരും ഓർത്തിരിക്കുക. ഒരു 10 മിനിറ്റ് സമയത്തിന്റെ അകത്ത് നിസ്കരിക്കുന്നവർ ഒന്നു കൊടുത്തിട്ട് വരിക. അർജന്റ് ഉള്ളവർ പോകാൻ സമ്മതം.